തലനാരിഴയ്ക്ക പ്രണവേ നമ്മൾ രക്ഷപ്പെട്ടത്. ഇനി ഒരിക്കലും നമ്മൾ ആ ഡോക്ടറെ കാണാനേ പോകരുത്. നമുക്ക് ഇന്ത്യയിലേക്ക് ഡോക്ടറല്ലേ, ആ ഡോക്ടറിനെ കണ്ടാ മതി. മതി, അത് മതി. ഇനി ഒരാളും പറഞ്ഞ് ഞാൻ കേൾക്കത്തില്ല. ശിവാനി, ഇനി അങ്ങോട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏട്ടനെ ഏട്ടത്തി എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊണ്ടുവന്നാ വാങ്ങി കഴിക്കണ്ട. ശരി പ്രണവ്. ഏട്ടത്തി നിനക്ക് നേരത്തെ എന്തോ കഴിക്കാനായിട്ട് ഉണ്ടാക്കി തന്നിട്ടില്ലേ? ആ ഉണ്ട് പ്രണവേ, ഞാനത് കഴിച്ചിട്ടുണ്ട്. ഇനി അതിലങ്ങനെ വല്ല ഗുളികയും ചേർത്തിട്ടുണ്ടെങ്കിലും അറിയാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ചെക്കപ്പ് ചെയ്താലോ? അതൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തെ? അങ്ങനെയൊന്നും സംഭവിച്ചാൽ വഴിയില്ല പ്രണവ്, അതിലെനിക്ക് ഉറപ്പുണ്ട്. അത് പോരാ, നീ വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ. എനിക്ക് പരിചയമുള്ള ഡോക്ടറുണ്ട് ഇവിടെ അടുത്ത്, പോയി നമുക്ക് കണ്ടിട്ട് വരാം. വാ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇപ്പൊ പോയി ചെക്കപ്പ് നടത്തി നോക്കിയ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിച്ച ഷവർമ മാത്രമേ വയറ്റി കാണൂ. ഇനി എന്ത് ചെയ്യും? ഒന്ന് റെഡിയാവ് ശിവാനി. അതെ, വേണ്ട പ്രണവ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ബോഡിയിൽ ചേഞ്ചസ് വരില്ലേ? എനിക്കത് മനസ്സിലാവുകയും ചെയ്യും. എന്നാലും ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതല്ലേ? ഇനിയിപ്പോ ചെക്കപ്പ് ചെയ്തേ മതിയാവുന്ന പ്രണവിന് നിർബന്ധമാണെങ്കിൽ നാളെ ആവട്ടെ, നമുക്ക് ഇന്ത്യയിലേക്ക് ഡോക്ടറെ പോയി കാണാം. അതാ നല്ലത്. എന്റെ പേടി അതല്ല പ്രണവേ. നിധി വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ കുഞ്ഞിന് ആപത്താ. എത്രയും വേഗം അവൾ ഇവിടുന്ന് പറഞ്ഞു വിടണം. അവള് അവളുടെ വീട്ടിലേക്ക് പോട്ടെ. ശരിയാ, അതിനെന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. ഞാൻ പോരാ.